കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച് വിവിധ സംസ്ഥാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഏറെയും മുടങ്ങുമെന്ന് മുന്നറിയിപ്പ്. കേന്ദ്ര സഹായം നിർത്തിയ നിരവധി പദ്ധതികളാണ് കേരളവും രാജസ്ഥാനും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കേന്ദ്രനയം വ്യക്തമായി മനസ്സിലാക്കാതെയാണ് സംസ്ഥാനങ്ങൾ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിലപാട്. ആദ്യം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞ ആ കണക്കുകൾ. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായത്തിൽ 2 ലക്ഷം കോടി രൂപയുടെ വർധനയുണ്ടാകും. നികുതി വിഹിതം 3.38 ലക്ഷം കോടി രൂപയിൽ നിന്ന് 5.24 ലക്ഷം കോടി രൂപയായാണ് വർദ്ധിപ്പിച്ചത്. അതേസമയം പദ്ധതികൾക്കുള്ള കേന്ദ്ര സഹായം 2.75 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1.95 ലക്ഷം കോടി രൂപയായി കുറച്ചു. 74,000 കോടി രൂപയുടെ കുറവ്. സർവശിക്ഷ അഭിയാൻ, സമഗ്ര ശിശു വികസന പദ്ധതി, രാഷ്ട്രീയ കൃഷി വികാസ് യോജന, കേന്ദ്ര ജലസംഭരണ പദ്ധതി എന്നിവയിൽ യഥാക്രമം 77%, 51%, 47%, 35% എന്നിങ്ങനെയാണ് കുറവ്. സർവശിക്ഷ അഭിയാനിൽ 259 കോടി രൂപയുടെയും കൃഷി വികാസ് യോജനയിൽ 321 കോടി രൂപയുടെയും കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചാണ് ധനമന്ത്രി KM മാണി സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത്. രാജസ്ഥാനും സമാന തുക വകയിരുത്തി. ഇവയുടെ 70% പോലും ലഭിക്കില്ല. ദേശീയ ക്ഷീര വികസന പദ്ധതി, ജൻറം, കയറ്റുമതി പ്രോത്സാഹന പദ്ധതി, പിന്നോക്ക മേഖലാ വികസന ഫണ്ട് എന്നിവയും കേന്ദ്രം റദ്ദാക്കി. ഈ പദ്ധതികളിൽ സംസ്ഥാനം പ്രഖ്യാപിച്ച വികസനവും ഇതോടെ തടസ്സപ്പെടും. പ്രത്യേക കേന്ദ്ര സഹായത്തിൽ 25,000 കോടി രൂപ, സാധാരണ കേന്ദ്ര സഹായത്തിൽ 18,000 കോടി രൂപ, പ്രത്യേക പദ്ധതികൾക്കുള്ള 7,000 കോടി രൂപ എന്നിവയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. ബിസിനസ് ഡെസ്ക് റിപ്പോർട്ടർ.